യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെക്കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും യുക്രൈൻ ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് വിവിധ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്താതെ സെലൻസ്കി യുക്രൈൻ ഭരിക്കുന്നത് തുടരുകയാണ്. ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവ് മാത്രമാണ് സെലൻസ്കി കാണിച്ചത്. എന്നാലിപ്പോൾ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ട്രംപിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് എല്ലാവരും സമ്മതിക്കുന്നു, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ നേരിടാതെ അധികാരത്തിലെത്തിയ ഒരു സ്വേച്ഛാധിപതിയാണ് സെലൻസ്കി എന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയല്ല. 2019 രണ്ടാം തെരഞ്ഞെടുപ്പിൽ 73% വോട്ട് നേടി സെലൻസ്കി യുക്രൈന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. സെലൻസ്കി ഉടൻ മാറിയില്ലെങ്കിൽ യുക്രൈൻ നിലനിൽക്കില്ലെന്ന ട്രംപിന്റെ മുന്നറിയിപ്പുകളും ആശങ്കയുയർത്തുകയാണ്. റഷ്യയുമായുള്ള സംഘർഷത്തിൽ യുക്രൈനിന് ഗണ്യമായ സാമ്പത്തിക, സൈനിക സഹായം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ $67 ബില്യൺ ആയുധങ്ങളും $31 ബില്യൺ പണമായി യുക്രൈന് നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയുൾപ്പെടെയുള്ള ധാതുവിഭവങ്ങളുടെ 50% ഉടമസ്ഥാവകാശം യുക്രൈൻ യുഎസിന് നൽകണമെന്ന ട്രംപിന്റെ ആവശ്യം സെലൻസ്കിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. യുക്രൈനെക്കുറിച്ചുള്ള ട്രംപിന്റെ നിലപാട് ഏറെക്കുറെ പൊരുത്തക്കേടായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. 2024 സെപ്റ്റംബറിൽ സെലൻസ്കിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ റഷ്യയുമായുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് യുക്രൈനിയൻ പ്രസിഡന്റുമായി അടുത്ത് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. കൂടിക്കാഴ്ചയെ ഉൽപ്പാദനക്ഷമം എന്ന് സെലൻസ്കി വിശേഷിപ്പിക്കുകയും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം ഇരു നേതാക്കളും പങ്കിട്ടതായി പ്രസ്താവിക്കുകയും ചെയ്തു. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലും സെലൻസ്കിയെയും യുക്രൈനെയും കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ മേഖലയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും ദശലക്ഷക്കണക്കിന് ആളുകളെ കുടിയിറക്കുന്നതിനും കാരണമായിട്ടുണ്ട്. സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം അത്യാവശ്യമാണ്. എന്നാൽ ട്രംപിന്റെ ആവശ്യങ്ങളും അന്ത്യശാസനങ്ങളും ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കാൻ സാധ്യതയില്ലെന്നുള്ളതും വ്യക്തമാണ്. വാസ്തവത്തിൽ യുക്രൈനിനോടുള്ള ട്രംപിന്റെ സമീപനത്തെ നിരവധി വിദഗ്ധർ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ വിപരീത ഫലമുണ്ടാക്കുന്നതാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ധൈര്യപ്പെടുത്തിയേക്കാമെന്നും അവർ വാദിക്കുന്നു. യുക്രൈന്റെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും പിന്തുണയ്ക്കുന്നതിൽ യുഎസിന് നിർണായക പങ്ക് വഹിക്കാനുണ്ട്. എന്നാൽ ട്രംപിന്റെ നടപടികളും പ്രസ്താവനകളും ഈ ലക്ഷ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ആത്യന്തികമായി യുക്രൈൻ ബന്ധത്തിന്റെ ഭാവിയും റഷ്യയുമായുള്ള സംഘർഷത്തിന്റെ പരിഹാരവും യുഎസിൽ നിന്നുള്ള കൂടുതൽ ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ സമീപനത്തെ ആശ്രയിച്ചിരിക്കുന്നു. സംഘർഷത്തിന്റെ സങ്കീർണതകളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും സമാധാനപരമായ ഒരു പരിഹാരം കൈവരിക്കുന്നതിന് അന്താരാഷ്ട്ര പങ്കാളികളുമായി പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും ഇതിന് ആവശ്യമാണ്. എന്നിരുന്നാലും ട്രംപിന്റെ പ്രസ്താവനകളും പ്രവൃത്തികളും സൂചിപ്പിക്കുന്നത് യുക്രൈനിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ സ്വന്തം താൽപ്പര്യങ്ങളും അജണ്ടയും പിന്തുടരുന്നതിലാണ് അദ്ദേഹത്തിന് കൂടുതൽ താൽപ്പര്യമുള്ളതെന്നാണ്.